നമുക്ക് പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, സർവ്വസുതാവേ, ഇന്ന് വൈകുന്നേരം കൂടെ കൂടി വരാനുള്ള അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മനുഷ്യാനെ പണത്തിനായി പ്രാർത്ഥിക്കുന്നു. കിടന്നു വന്ന എല്ലാ ഭവനങ്ങളെയും വിവരമുള്ള എല്ലാവരെയും കൂട്ടി വരുത്തുവാൻ വേണ്ടി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആപത്തനുസരിച്ചും കൂടാതെ ദൈവമേ ഞങ്ങൾക്ക് ദൈവത്തെ പാടി സ്തുതിപ്പാൻ, ദൈവീയ മർമ്മങ്ങൾ ദൈവമേ മനസ്സിലാക്കി മറ്റുള്ളവരോട് അതനുസരിച്ച് പെരുമാറുവാൻ, ദൈവം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കർഷാനുവാഴ്ചയിൽ ഒരവസരം കൂടി തന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്ന് മാറി ദൈവത്തോടെ ഏറ്റവും അടുത്ത് ജീവിപ്പാൻ, ദൈവമേ നിത്യയിൽ പ്രവേശിക്കാൻ തക്കോണം ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കോണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടന്നു വന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ പുതിയമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിതമാനും ആലോചന ദൈവമേ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ എല്ലാവർക്കും ദൈവമേ ദൈവകൃപയിൽ ആനന്ദിപ്പാൻ തക്കോണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെ അനുഗ്രഹിക്കണമെന്ന് യേശുവിനാമത്തിൽ താഴ്മ അപേക്ഷിച്ചു കൊടുക്കുന്നു. കൃപയോടെ കേൾക്കണമെന്ന് ആമേൻ. പാഠപുസ്തകത്തിലെ 162 പാട്ട്. 162 ആരാധിപ്പാൻ നമുക്ക് കാരണം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നാകാവിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചവ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നാകാവിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചവ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയവോ നിന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയവോ നിന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കരുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കരുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, എന്നെക്കാൾ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, എന്നെക്കാൾ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ,
കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഉറ്റോരും ഉടയോരും തള്ളി പറഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴോ. ഉറ്റോരും ഉടയോരും തള്ളി പറഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴോ. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ എന്നെ ആരാധിച്ചിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. നൂറ്റി 144 പാട്ട്, 144 ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ജയഗീതം പാടിടുവേ, നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിക്കുക നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിക്കുക നരനായി. ജീവിക്കുന്നു ദൈവകോപത്തിനവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ഉറങ്ങുന്നു കല്ലറയിൽ നമ്മളും നരകേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളും നരകേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ, നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ.
ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമോ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമോ പാപപരിഹാരാർത്ഥം പാവകരെ തേടി പാരകത്തിൽ വന്ന
നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരും അല്ലാതുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരും അല്ലാതുള്ള നാമം യേശുനാമം അതിശയനാമം നാമം യേശുനാമം അതിശയനാമം ആത്മാവിൽ നമ്മൾ നിറച്ച കർത്താവിനെ കരങ്ങളിൽ വെച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 38. ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഇവിടെ നീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും വരുത്. എന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്റെ പോഷണം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. എന്റെ വർഷം തിരഞ്ഞെടുക്കുന്നു, എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിലിരിക്കുന്നു, എന്റെ നിരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കൊണ്ട് മാറി നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാരും ഉയർന്നു നിൽക്കുന്നു. ഇതിന് ഞാൻ ദികളിനെ പോലെ കേൾക്കാതെയിരുന്നു, വായു തുറക്കാതെ ഓമനെ പോലെ ആയിരുന്നു. ഓവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു, എന്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. ഞാനുള്ളത് വീഴുമ്പോഴായിരിക്കുന്നു, എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. എന്റെ ശത്രുക്കളോ ജീവനും ബലമുള്ളവൻ, എന്നെ വെറുതെ ഭയക്കുന്നു പെരുകിയിരിക്കുന്നു. ഓ, എന്നെ കൈവിടരുതേ, എന്റെ ദൈവമേ, എന്നോട് അഹങ്കരിക്കരുതേ. മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം. അവസാനത്തെ 2
അല്ല, അവസാനത്തെ 2 വാക്യങ്ങളിൽ 21, 22 വാക്യങ്ങളിൽ പറയുകയാണ്, കർത്താവേ എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ എന്നോടകന്നിരിക്കരുതേ, എൻ്റെ രക്ഷയാകുന്ന കർത്താവേ എൻ്റെ സഹായത്തിന് വേഗമുണ്ട്. വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിക്കുന്നതായ വേദനകൾ, പ്രയാസങ്ങൾ, ഇവിടെ അനേക കാര്യങ്ങളാണ് ദാവീദ് പറയുന്നത്. 6 മുതലുള്ള കാര്യങ്ങൾ. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനി, ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കും. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ, വേദനകൾ കടന്നു വരും. ഇടവിടാതെ ദുഃഖിച്ച് നടക്കും. എന്നിട്ട് ദാവീദ് വീണ്ടും പറയാണ്, എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 10-ാം വാക്യത്തിൽ എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിയിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ല. ഇതെല്ലാം കൂടെ കാണുമ്പോൾ 11-ാം വാക്യത്തിൽ സ്നേഹിതന്മാരും കൂട്ടുകാരും ഒക്കെ പറയുക ഇത് വേണ്ട ബാധയാണെന്നാണ് തോന്നുന്നു. അവരുടെ കമൻറ്റും അവിടെ പാസ്സാക്കിയതാണ്. എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം നമുക്കുണ്ട്. എബ്രായ ലേഖനം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, 12-ാം അധ്യായത്തിൽ ദൈവം സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു, അവർക്ക് ബാലശിക്ഷ കൊടുക്കുന്നുവെന്നാണ്. എബ്രായർ 12:5 പറയുന്നത്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, കർത്താവ് ശാസിക്കുമ്പോൾ മുഷിയരുത്, കർത്താവ് താൻ സ്നേഹിക്കുന്ന ഏവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. 73-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആ സങ്കീർത്തനത്തിലെ ധനവാനും ലാസർ ധനവാൻ ഉപമയിലെ അല്ലെങ്കിൽ ആ ധനവാനും 49-ാം സങ്കീർത്തനം നമ്മൾ കാണുന്ന ധനവാനും ഒക്കെ ജീവിതത്തിൽ അവർക്കൊരു മൂക്കിപ്പനി പോലും, ഒരു വേദന പോലും വന്നിട്ടില്ല. മരണവരെയും അവർക്ക് അവരുടെ ജീവിതം അടിച്ച് പൊളിച്ച് അവർക്ക് സുഖമല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ അവരുടെ നിത്യത അവർക്ക് നരകത്തിൽ യാതന സ്ഥലത്ത് പോകേണ്ടതായിട്ട് വന്നു എന്നാണ്. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്ന് അപ്പോസ്തലൻ പറയുന്നതായ വാക്യം നമുക്ക് എടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. അപ്പം ഒന്നിന് പിറകെ കഷ്ടങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ഏറ്റവും അടുക്കുന്നതാണ് വിഷയങ്ങൾ എന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടാകും. പക്ഷെങ്കിൽ അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിക്കുകയാണ് അപ്പോസ്തലൻ ചെയ്യുന്നത്. എന്താണ്? വിശ്വാസത്തിൽ നിലനിൽക്കണം. യേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും തള്ളിക്കളയും. കാര്യം നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ് എന്നാണ് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുകയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക്, ആ തേജസ് വിചാരിക്കത്തക്ക വണ്ണം ആ തേജസ് കരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ്. കാരണം ഈ തേജസ്കരണം എന്ന് പറയുന്നിരിക്കുന്നത് റോമാലേഖനം തന്നെ നമ്മൾ 8-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിലാണോ, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അല്ലേ? വാക്യം കണ്ടോ നിങ്ങൾ? 29-ാമത്തെ ഇല്ലേ? അല്ല 30. 29 വായിക്കാം. ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമനം. അതാണ് നമ്മുടെ മുൻനിയമനം. അപ്പം നമ്മൾ ഈ ലോക ജീവിതം തീരുമ്പോഴേക്ക് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം.
എന്നിട്ട് പറയണം, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ യേശുവിൻ്റെ രക്തത്താൽ നീതീകരിച്ചു, നീതീകരിച്ചവരെ. ഇപ്പം 3 സ്റ്റേജസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മളിപ്പം തേജസ്കരണത്തിൻ്റെ സ്റ്റേജിലൂടെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വായിച്ച സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലത്തെ അനുഭവങ്ങളൊക്കെയും കടന്നു വരും. എന്നാൽ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുന്ന കർത്താവല്ല. ആ കർത്താവ് എന്ത് ചെയ്യും? ഇയ്യോബിൻ്റെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ സാത്താൻ വന്ന് ദൈവസന്നിധി പറഞ്ഞില്ലേ, ഇപ്പം ഇയ്യോബ് നിന്നെ തള്ളിപ്പറയുമെന്നുള്ളത്. എന്നാൽ കർത്താവിന് സങ്കടമാണ് ഉണ്ടായത്. അതായത് സമ്മതിക്കേണ്ടിയിട്ട് വന്നു. വെറുതെ നീ എന്നെ സമ്മതിപ്പിക്കുന്നുവോ എന്ന് ഇയ്യോബിനോട് ചോദിക്കുന്നതായ ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. യഹോവ സാത്താനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരും? സാത്താൻ പറയാണ്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അപ്പം വീണ്ടും കർത്താവ് വീണ്ടും സാത്താനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. ദൈവം അവനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുക, വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അറിയിച്ചു. അങ്ങനെയാണ്. അപ്പം കർത്താവിന് ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ സാത്താൻ യഹോവയോട്, തൊക്കിന് പകരം തൊക്കെയും മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയുന്ന ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുതെന്ന്. അങ്ങനെ കർത്താവ് അന്നത്തെ കാലത്ത് ഇയ്യോബിനെ സംരക്ഷിച്ചുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു പക്ഷപാതം ചെയ്താൽ, വചനം കൈക്കൊണ്ടവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്താൽ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തു പരിപാലിക്കുന്നവർ. അത് തന്നെയുമല്ല, യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോടെടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകാൻ അവരെ പൂർണ്ണമായി ആ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ്ട് ഒരുങ്ങാം. ഓമന കടന്നു ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങളൊന്ന് ആലമ്പള്ളിയിലെ സന്തോഷിൻ്റെ ജിസിയുടെ മകൾ കെസിയ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ലേബർ റൂമിൽ കയറിയിരിക്കുന്നു. ആ ഡെലിവറി കർത്താവിൻ്റെ കൃപ മകൾക്കുണ്ടാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ചൂരപ്പാടിലെ ജോയിച്ചാന് കാലിൻ്റെ മുട്ടിന് വേദനയാൽ ഭാരപ്പെട്ട് ചെത്തിപ്പുഴ ആശുപത്രിയിലൊക്കെ പോയി ഭവനത്തിലായിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ കുഞ്ഞോളാൻ്റെയുടെ മകൾ ഷീന ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇപ്പോൾ ഫ്ലൈറ്റിലായിരിക്കുന്നു. വഴിയാത്രയിൽ കർത്താവിൻ്റെ കരം കൂടിയിരുന്ന് അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആനയും ജെസ്സിയൊക്കെ അനേകം വേദനയാൽ, കൈക്കൊക്കെ വേദനയാൽ ഭാരപ്പെട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതിവേദനയാൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ അവർക്കുണ്ടാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജിനുവിനെയും അതുപോലെ അനൂപിനെയും തക്ക തുണയെ കർത്താവ് കൊണ്ട് മാനിക്കേണ്ടതിന് പ്രാർത്ഥിക്കും. യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, ആശയിൽ കെഞ്ചിടുന്നേ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇത്രയും നേരം പാടുവാനും പ്രാർത്ഥിപ്പാനും അതിനെ മുട്ടിപ്പാനും തക്കവണ്ണം കർത്താവിനെ സഹായിച്ച കൃപയ്ക്കായിട്ട് നിന്നോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. പലവിധമായ ആവശ്യകാര്യങ്ങളുണ്ട് കർത്താവേ, അതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് വരിക. കർത്താവേ,
നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിർവഹിച്ചു തരുന്ന ദൈവത്തിൽ ഞാൻ ശരണം പ്രാപിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം തന്നെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുകയും ഞാൻ അത് നിർവഹിക്കാമെന്ന് പറഞ്ഞ കർത്താവേ, എല്ലാ വിഷയത്തെയും ആ പാതപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുക കർത്താവേ. സ്തോത്രം കർത്താവേ, ഉദ്ധരിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ ആ പാതപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ഇടയങ്ങളിൽ വന്നുപോയ കുറവുള്ള കുറ്റങ്ങൾ പാവങ്ങൾ കർത്താവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകല പാവവും കർത്താവേ കഴുകി ആ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മകൻ പറഞ്ഞിരിക്കുന്നു ആ എല്ലാ വിഷയവും ആ പാതപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഉള്ളിലായിരിക്കുന്ന ഹല്ലേലൂയ. കർത്താവേ, ലേബറുകളിലേക്ക് കടന്നു പോകുന്ന നിന്റെ മകളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവമേ നിന്റെ കൃപയും നിന്റെ കാവിലും കരുതലും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ അവിടുത്തെ കരം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ലത് കേൾക്കുവാൻ സന്തോഷം കേൾക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഹല്ലേലൂയ. സ്തോത്രം നാഥ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളാണ്ടിയുടെ മോളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, യാത്രയിലായിരിക്കുന്ന കർത്താവിൻ്റെ കൂടെയും കരുണയും കാവിലും കരുതലും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഹല്ലേലൂയ. കർത്താവേ, ലോകത്തിൻ്റെ ഭാരത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവേ, വേദനയ്ക്കൊക്കെ സൗഖ്യവും രോഗത്തിന് പൂർണ്ണമായ സൗഖ്യവും വേദനയ്ക്ക് ആശ്വാസവും നൽകി നിന്റെ മകനെ അവിടുന്ന് സൗഖ്യത്തോടെ കാത്തു കൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ആണികളുടെ കരവൊന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ദേവി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നാഥ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജിസയെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ വേദനയുള്ള പാദത്തിലൊക്കെ എൻ്റെ കർത്താവിൻ്റെ കരം ഒന്ന് വെക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ അവിടുത്തെ സൗഖ്യം അവർക്ക് അയച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പലവിധ രോഗഭാരത്താൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ആ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥ, അവിടുന്ന് സൗഖ്യം അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവിൻ്റെ സൗഖ്യം എല്ലാ മക്കൾക്കും കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, രക്തതുണയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന അരുവിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, എൻ്റെ കർത്താവെ അവിടുന്ന് എൻ്റെ മകന് കൂട്ടായി ദൈവമേ തക്ക തുണയെ നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവെ, ദൈവമേ ഞങ്ങളുടെ ഓരോ മനുഷ്യരുടെയും ജീവിതവും അവിടുന്ന് പൂർണ്ണമായിട്ട് അറിയുന്നവനാകിയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവെ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാ വിഷയവും ആ പാതപീഠത്തിലേക്ക് മാറ്റി സമർപ്പിക്കുന്ന കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും എല്ലാ മക്കളോടും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവെ, വചനം പറവാൻ തക്കവണ്ണം ദൈവമേ നിന്റെ മകനെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായ പാതപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവമഹത്വമൊക്കെ അവിടെ നടക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആരാധനയ്ക്കായിട്ട് എഴുന്നേക്കാം. പാട്ടുപുസ്തകത്തിൽ 188 പാട്ട്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നാമം
സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുവിധം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുവിധം പോ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നു മാറിടുമ്പോ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നു മാറിടുമ്പോ സ്നേഹത്താൽ വീണ്ടെടുക്കുമേ സുനാമേ സകലത്തിലും ജയം നൽകുമല്ലോ സ്നേഹത്താൽ വീണ്ടെടുക്കുമേ സുനാമേ സകലത്തിലും ജയം നൽകുമല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുവിധം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുവിധം പോ ഉയർത്തില്ലെന്ന് ശത്രുജനം ബാധിക്കുമ്പോ അകറ്റുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ ഉയർത്തില്ലെന്ന് ശത്രുജനം ബാധിക്കുമ്പോൾ അകറ്റുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനെ സുനാമേൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ പ്രവൃത്തിയിൽ വലിയവനെ സുനാമേൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുവിധം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുവിധം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുവിധം പോ ഹല്ലേലൂയ 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 ഇത്രത്തോളം ചെയ്യുന്ന കർത്താവിനെ നമുക്കെല്ലാം ആരാധിക്കാം ഹല്ലേലൂയ 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 ക്രിസ്തുവേശുക്കൂടെ ഞങ്ങളെ അളവോടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഈ കൂട്ടായ്മയിലേക്ക് വരുവാൻ സാധിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വചനം പറയുന്ന പ്രിയപ്പെട്ട മോൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ആരോഗ്യം കൊടുക്കണമേ, ബലം കൊടുക്കണമേ. ക്രിസ്തുവിൽ ബലമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ, ആ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് ഒക്കെയും സന്തോഷമാണെന്നും ഒക്കെയും തരണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അത് ഉള്ളിൽ സംഭരിച്ച് കർത്താവെ, ഞങ്ങൾക്ക് നല്ലൊരു മാനസാന്തരമൊക്കെ ഉണ്ടായി. ഓരോ വചനവും കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം ആയിത്തീരണമേ കർത്താവെ. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാവരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞാടിൻ്റെ ആ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, കഴുകി ഞങ്ങളെ വെടിപ്പാക്കണമേ കർത്താവെ. വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം, ആ ദൈവത്തെ കാണുവാൻ കർത്താവെ ഞങ്ങൾക്കിടയാക്കിയതിനായി നന്ദിയോട് സ്തോത്രം. സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കും കർത്താവെ. ആ സത്യം ഞങ്ങൾ അറിഞ്ഞതിനായി
ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങൾ അനേകം പ്രാർത്ഥനയും കൂടെ ഒക്കെയും പോയി കർത്താവ്. യഥാർത്ഥ ആ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ ഇടയായ ആ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഞങ്ങൾക്ക് സന്തോഷം, ആത്മീയമായ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ തന്മയായി നന്ദിയോടെ സ്തോത്രം എല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു കർത്താവ്. സകല യേശു ക്രിസ്തുവിൻ്റെ നാം തന്നെ. ഇരുപത്തൊമ്പതാമത്തെ വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ പാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ ഹീനവേഷ